ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വളാഞ്ചേരി കാവുംപുറം അർബൻ ഡ്രൈവിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങളുടെ ഒരു വൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. താറുണ്ട്, പിന്നെ ടയോട്ടന്റെ ഒരു വൻ കളക്ഷൻ ഉള്ളിലുണ്ട് കേട്ടോ. മഹീന്ദ്ര നമുക്കൊന്ന് ഓടിച്ചു വിട്ടാലോ? മാരുതിന്റെ പ്രസ് ഉണ്ട്, മഹീന്ദ്രന്റെ ചാറുണ്ട്, പിന്നെ ഓഡി Q3 ഉണ്ട്, പിന്നെ ഹോണ്ട സിറ്റി ഉണ്ട്, യാരിസ്, അതുപോലെ കൊറോള അൾട്ടീസ് ഉണ്ട്, സിയാസ് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ഇന്നോവയുടെ 3 കളക്ഷൻ ഉണ്ട്. വി ഓപ്ഷനും G4 ഒക്കെ ഉൾവശത്തേക്ക് വന്നാൽ ഒരുപാട് വാഹനങ്ങൾ ഇതാ ഇവിടെയുണ്ട്. പ്രീമിയം വാഹനങ്ങളായാലും എല്ലാ വാഹനങ്ങളും ഇതാ ഈ വിവരം കാര്യങ്ങളൊക്കെ ഫുൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതാ കിടക്കുന്നു ഗൈസ്, വെറും 500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ യൂസ് ഇടാറായത്? ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അർബൻ ഡ്രൈവിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള സെലീമിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടെ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള ഹാഷിഖ്. രണ്ടുപേർക്കും മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. ഒക്കെ നമ്മുടെ ഷോറൂമിന്റെ അർബൻ ഡ്രൈവിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയായിരുന്നു? പ്രോപ്പർ ലൊക്കേഷൻ വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോട്ടിൽ കാവുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒക്കെ നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? നമ്മുടെ ഏകദേശം 40-50 മേലുള്ള വാഹനങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും ആവശ്യത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കേരള വണ്ടികളോ റീ വണ്ടികളോ ഉണ്ട് അല്ലേ? കേരള വണ്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് റയർ കേസ് മാത്രമേ നമ്മൾ റീ വണ്ടികളാണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അർബൻ ഡ്രൈവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അർബൻ ഡ്രൈവിന്റെ പ്രത്യേകത വെച്ചാൽ ഏകദേശം ഞാനും എന്റെ പാർട്ണറായുള്ള ജയരാജൻ എന്ന രാജു, ഞങ്ങൾ ഏകദേശം 30 വർഷക്കാലമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ്. നമ്മൾ ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 4 മാസമായിട്ടുള്ളൂ. അപ്പോ നമ്മള് നല്ല വാഹനങ്ങളാണ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് വാഹനം മേടിച്ചു വരുന്നിരിക്കും. നമ്മള് കംപ്ലൈന്റ് ഉള്ള വണ്ടി, അതുപോലെ ടോട്ടൽ ലോസ്, ഫ്ലഡ് ഉള്ള വണ്ടി, അങ്ങനെ എന്തെങ്കിലും വണ്ടി ഒരിക്കലും ഇല്ല. നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ വാഹനങ്ങൾ തീർച്ചയായിട്ടും അത് 100% അത് ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വാങ്ങി പർച്ചേസ് ചെയ്യുള്ളൂ. ആ ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കും. ആഷിഖ് ബ്രോ, എങ്ങനെയുണ്ട് സെയിലിംഗും കാര്യങ്ങളൊക്കെ? സൂപ്പറാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലേ? അർബൻ ഡ്രൈവിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ സെയിൽ ബെനിഫിറ്റ് എന്താണ്? നമ്മൾ മറ്റുള്ള ഷോറൂമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അർബൻ ഡ്രൈവ് കസ്റ്റമേഴ്സിന് പല രീതിയിലും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെ, കാരണം പുതിയൊരു കാർ ഷോറൂമിൽ എങ്ങനെയാണോ ഒരു കസ്റ്റമർ വന്ന് ആ ഡെലിവറി എടുത്തു പോകുന്നത്, ആ ഒരു ഫെസിലിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് അർബൻ ഡ്രൈവ് ഇവിടെ ഡെലിവറി കാര്യങ്ങളൊക്കെ. നല്ല നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് മോഡൽ കുറഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ ഓടിയോ വണ്ടികളോ അങ്ങനൊന്നും ചെയ്യുന്നില്ല. കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെക്കപ്പ് നടത്തി ഏറ്റവും കൂടിയ മോഡലിൽ നോക്കി പല ആളുകളെ കൊണ്ട് ഇവാലുവേറ്റേഴ്സിനെ കൊണ്ട് ചെക്കപ്പ് നടത്തിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ സെയിൽ നടത്തുന്നത്. അർബൻ ഡ്രൈവ് ഇവിടുന്ന് വാഹനം എടുക്കുന്നവർക്ക് വല്ല ഗ്യാരണ്ടിയോ വാറന്റിയോ ഒന്നും കൊടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വെഹിക്കിൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഒരു 10 ഡേയ്സ് നമുക്ക് കസ്റ്റമർക്ക് ഒരു ഡ്യൂറേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് കസ്റ്റമർക്ക് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ നമ്മളെ അടുത്തേക്ക് തന്നെ കൊടുത്ത് ക്യാഷ് ബാക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു വകുപ്പും കൂടി പല ഷോറൂമും കൊടുക്കാൻ മടിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അർബൻ ഡ്രൈവ് പറയുന്ന അല്ലാത്ത വല്ല കംപ്ലൈന്റ്സ് വണ്ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് കൊടുക്കുന്നോളി, ക്യാഷ് അങ്ങോട്ട് തിരിച്ചറിയാം. 10 ദിവസത്തിനകം ചെക്ക് ചെയ്യുക, ക്യാഷ് അങ്ങോട്ട് തിരിച്ചാണ് തരും. സമയം കളയാൻ നേരെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ഒരു ഓട്ടോമാറ്റിക് സെലേറിയ പരിചയപ്പെടാം. ഇത് ലേഡീസിനും ഫാമിലിക്കും ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. എത്രയാണ് മോഡല്? ഇത് 2016 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി അവൈലബിൾ ആണ്. ടയർ ഒരു 80-90% ടയറും ഉണ്ട് അല്ലേ? ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ, പിന്നെ 4 ഡോർ പവർ വിൻഡോ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് 4,65. 4,65,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി സ്വന്തമാക്കാം. ലോൺ കൊടുത്തൂടെ? പരമാവധി ഫൈനാൻസ് കൊടുക്കാം. ഒരു 90% ലോണും തീർച്ചയായിട്ടും. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും വണ്ടി? തീർച്ചയായിട്ടും. പരമാവധി കസ്റ്റമർക്ക് വരുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും പരമാവധി മാക്സിമം കുറച്ച് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ മാനുവൽ നോക്കുന്നവർക്ക് അതുകൊണ്ട് നല്ലൊരു ഗ്രേ കളർ അല്ലേ? ഇത് എത്രയാണ് മോഡൽ വരുന്നത്? ഇത് 2017-18 വണ്ടിയാണ്. 17-18. അതെ, വെറും ആകെ 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 9,000 കിലോമീറ്റർ മാത്രമേ. അപ്പൊ സിംഗിൾ ഓണർ ആയിരിക്കും? സിംഗിൾ ഓണർ വണ്ടി, അവർ പുതിയ വായിച്ച വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയർ ഒരു 80% ടയറും ഉണ്ട് അല്ലേ? 90%. ആകെ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ടയർ ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട്.
ഒരു പുത്തൻ വണ്ടി എടുക്കുന്ന അതേ ഫീൽ അല്ലേ? ഓക്കെ. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. VXI ആണോ വേരിയന്റ്? VXI. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് നമ്മൾ 465 ആണ്, 465 ആണ് ചോദിക്കുന്നത് അല്ലേ? മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ പുത്തൻ സാലറി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയൊരു വണ്ടി അല്ലേ? തീർച്ചയായും. ബ്രോ, നമുക്കൊരു ബ്രസ പരിചയപ്പെടാം അല്ലേ? ഓക്കെ. ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ബ്രസ 2018 മോഡല് ഓപ്ഷൻ ആണ്. വീഡിയോ ഓപ്ഷൻ ആണ്. വീഡിയോ ഓപ്ഷനിലാണ്. വണ്ടി ഓവറോൾ കണ്ടീഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ ആണ്. കാരണം നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് നോക്കി കണ്ടിട്ട് എടുത്ത ഒരു വെഹിക്കിൾ ആണ്. പിന്നെ സെക്കൻഡ് RC ഓണർ ആണ്. ഡുവൽ പിന്നെ അവർ ആക്കിയതാണ്. അത് ചെയ്തിട്ടുണ്ട്. ഒരു ടയർ, ഒരു ആവറേജ് ടയർ വരും. 80% ടയർ ഉണ്ട്. പിന്നെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇന്റീരിയർ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ. തീർച്ചയായിട്ടും. സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ ആണ്. നിലവില് സിംഗിൾ ഓണർ വാങ്ങിച്ച് നമ്മുടെ കമ്പനിയുടെ പേര് മാറിയിട്ടുണ്ട്. അതെ. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് നമുക്കൊരു 8 lakh ആണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് കുറച്ച് കൊടുക്കാനുള്ള. ഇത് ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു SUV സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ്. ജനപ്രിയ വാഹനങ്ങളിൽ ഒന്നായിട്ടുള്ള താറാണ്, മഹീന്ദ്രന്റെ താറ്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് വരുന്നത്, മോഡലും കാര്യങ്ങളും. 2021 മോഡലാണ്. 21 മോഡൽ. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 4x4 ഓട്ടോമാറ്റിക്. ഡോക്ടർ യൂസർ ആണ്. ഡോക്ടർ യൂസർ വെഹിക്കിൾ തന്നെയാണ്. രണ്ട് വെഹിക്കിളും ഡോക്ടർ യൂസർ തന്നെയാണ്. 2021 മോഡലാണ് ഇപ്പോൾ നിലവിലുള്ള ഈ മോഡൽസ്. ഓക്കെ. പിന്നെ കിലോമീറ്റർ 50,000 റേഞ്ചിലായിട്ട് ഓടി. അത് കറക്റ്റ് സർവീസ് അല്ലേ? കറക്റ്റ് സർവീസ്, പക്ക ഹിസ്റ്ററി. ഞാൻ പറയില്ലേ, നമുക്ക് വരുന്ന വെഹിക്കിൾസ് ഒക്കെ ഹിസ്റ്ററി ഒക്കെ നോക്കി അങ്ങനത്തെ വെഹിക്കിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ടയർ ഒരു 80% ടയർ ഉണ്ട് അല്ലേ? ഓക്കെ. നല്ല അടിപൊളി അട്രാക്റ്റീവ് കളറും കൂടിയാണ്. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി കമ്പനി സീറ്റ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്ന വാഹനമാണ്. ഇതിന് എത്രയായിരുന്നു നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ആസ്കിംഗ് പ്രൈസ് 17,000 ആണ്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് കസ്റ്റമർ അഗൈൻസ്റ്റ് നമുക്ക് മാറ്റങ്ങൾക്ക് വരുത്തി കൊടുക്കാം. 17 ലക്ഷം രൂപയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി? അതെ. ഇവര് ഓൺ റോഡ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 21ന്റെ മേലൊക്കെ വന്നിട്ടുണ്ട്. ക്വാളിറ്റി വെഹിക്കിളും ആണ്. അപ്പൊ അതിൻ്റെതായ സിംഗിൾ ഓണർ വെഹിക്കിൾ. അതെ, പുത്തൻ പുതിയ കാർ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റും കൂടി ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് അതേ സെഗ്മെന്റ് പെടുന്ന വീണ്ടും ഒരു താർ പരിചയപ്പെടാം. ഇത് ഓട്ടോമാറ്റിക് ആണോ? അതെ. ഇതേ ഓപ്ഷൻ തന്നെ വരുന്നത്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ വരുന്നത്. ഇതും സെയിം കിലോമീറ്റർ തന്നെ 50 റേഞ്ചിലായിട്ട് ഓടിയിട്ടുള്ളൂ. ഇയറോ? 21 മോഡൽ, 22 രജിസ്ട്രേഷൻ. അതെ, സെയിം ഡോക്ടർ യൂസ്ഡ്. ഓക്കെ. കറക്റ്റ് കമ്പനി സർവീസ് അല്ല? കമ്പനി സർവീസ്, കറക്റ്റ് കമ്പനി സർവീസ്. ടയർ ആവറേജ് ടയറും വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. കണ്ടീഷൻ ഒക്കെ പക്കല്ലോ? ഓക്കെ. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ മറ്റേ വാഹനം പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്ന വാഹനം കൂടിയാണ്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? സെയിം റേറ്റ് തന്നെ പറഞ്ഞത്. അതെ, സെയിം മോഡൽ ആയാലും ഓപ്ഷൻ ആയാലും ഒക്കെ സെയിം കാര്യങ്ങൾ തന്നെ വരുന്നത്. കളറിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെ. ഈ രണ്ട് വാഹനത്തിന് ഫിനാൻസ് കിട്ടുമോ? ഷുവർ, തീർച്ചയായിട്ടും. കാരണം കസ്റ്റമർ പ്രൊഫൈലിന് അഗൈൻസ്റ്റ് മാക്സിമം 90% ഫണ്ടിങ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 17 റേറ്റ് അല്ലെങ്കിൽ 17 റേഞ്ചിൽ റേറ്റ് വരുന്ന ഒരു വാഹനത്തിന് ഏകദേശം ഒരു 15 റേഞ്ചിൽ നമുക്ക് ലോൺ കൊടുക്കും. ഒരു 1.5-2 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപക്ക് നമുക്ക് ഇത് വണ്ടി ഡെലിവറി ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓൾറെഡി വാറണ്ടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 5 വർഷം. അതിന് പുറമെ നമ്മളെ വാറണ്ടി കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു 2 ഇയർ വാറണ്ടി അബോവ് അവർക്ക് കിട്ടും. തീർച്ചയായിട്ടും പ്രൈസ് കൊണ്ടും വണ്ടിയുടെ പെർഫോമൻസ് മാറുന്നുണ്ട്. ഒരു പുത്തൻ പുതിയ വണ്ടി എടുക്കുന്ന ഫീലിംഗ് ഉണ്ടോ? അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം സെഗ്മെന്റിൽ പെട്ട ഒരു വാഹനമാണ് Audi Q3. അത് റീ രജിസ്റ്റേർഡ് വാഹനമാണോ? അതെ, രജിസ്റ്റേർഡ് ആണ്. അതിൽ NOC നമുക്ക് ചെറിയ റേറ്റിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇയറും 2014 മോഡലാണ്. പിന്നെ സെക്കൻഡ് RC ഓണർ ആണ്. അതുപോലെ ഒരു 90 കിലോമീറ്ററോളം നിലവിൽ ഓടിയിട്ടുള്ളൂ. അതെ. അത് കമ്പനി സർവീസ്. അതെ. സർവീസ് ഒക്കെ കറക്റ്റ് സർവീസ് തന്നെയാണ്. റീ ആണെന്ന് കരുതിയിട്ട് ആ ഒരു മോശപ്പെട്ട രീതിയിലുള്ള വെഹിക്കിളോ കാര്യങ്ങളൊന്നും അല്ല. പക്ക നോക്കിയും കണ്ടിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പേടിയാണ് ആളുകൾക്ക് റീ എടുക്കാൻ ഒരു പേടിയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം ഷോറൂം പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയല്ലേ നമ്മൾ ഡെലിവറി വാറണ്ടി എടുക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഡെലിവറി അതായത് 10 days മണി ബാക്ക് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ വർക്ക്ഷോപ്പ് നാളെ കൊണ്ടുപോയിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അത്യാവശ്യം തിരക്കേടില്ലാത്ത വാഹനമാണ്. 2014 മോഡൽ. അതെ, 14 മോഡലാണ്. സൺറൂഫ് തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വാഹനമാണ് കേട്ടോ. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? NOC നമുക്ക് 11 രൂപക്കൊക്കെ ലാസ്റ്റ് റേഞ്ചിൽ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തൂടെ? പിന്നെ 10 lakhs ഉള്ളിലായിട്ട് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം. ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ്. അതെ, പ്രീമിയം വെഹിക്കിൾ സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഡോക്ടർ യൂസ്ഡ് ഹോണ്ട സിറ്റി നമുക്ക് പരിചയപ്പെടാം. ഇത് സിംഗിൾ ഓണർ ആണോ? അതെ, സിംഗിൾ ഓണർ വെഹിക്കിൾ. അതെ.
ഇയറും കാര്യങ്ങളും 2014 മോഡലാണ്. 2014 സിംഗിൾ RC ഓണർ വെഹിക്കിള്. കിലോമീറ്റർ 1.15. 1.15. അതെ അതെ. കറക്റ്റ് കമ്പനി സർവീസ് ആയിരിക്കും. പിന്നെ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ നേരെ താഴത്തുള്ള ഓപ്ഷൻ ആയിരുന്നു. അലോയ് ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. ഡീസൽ മാനുവൽ ആണ്. ഓക്കെ, പക്ഷേ തരക്കേടില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് നമുക്ക് 6.30 ആണ് പറയുന്നത്. നമുക്കൊരു കസ്റ്റമർ അനുസരിച്ച് നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ടുള്ള ലെവലിൽ 6.10, 6ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടും. ഒരു 5.5 റേഞ്ചിലായിട്ട് നമുക്ക് ലോണും കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സെഡാൻ പരിചയപ്പെട്ട യാരിസിലെ നല്ല കിടിലൻ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? യാരിസ് 2018 മോഡല്. 18 മോഡല് ഫുൾ വെഹിക്കിള്. ഫുൾ ഓപ്ഷൻ. അപ്പൊ പുറമെ കമ്പനി അലോയ് വീൽ വരുന്നുണ്ട്, അതിന് പുറമെ അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. അതെ അതെ അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് ഓണർഷിപ്പ് 2018 ഓണർഷിപ്പ് സിംഗിൾ RC ഓണർ വെഹിക്കിള്. പെട്രോൾ ആണ്. പെട്രോൾ മാത്രമേ നിലവിൽ യാരിസ് ഇറങ്ങിയിട്ടുള്ളൂ. യാരിസിലെ ഏറ്റവും നല്ലൊരു മികച്ച സെമി ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വെഹിക്കിൾ ആണ്. അതായത് മാനുവൽ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. യൂസ് ചെയ്യാം. അതെ അതെ. ഡുവൽ ടോൺ ആണല്ലേ? ഡുവൽ ടോൺ കളർ കമ്പനി വരുന്നത്. അതെ. എത്ര കിലോമീറ്റർ ഓടിയില്ലേ? കിലോമീറ്റർ വരുന്നത് 1.10. അതെ അതെ, 1.10. പിന്നെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ സിംഗിൾ RC ഓണർ ആണ്. ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ അതെ. സീറ്റും കാര്യങ്ങളെല്ലാം പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ അതെ. ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8 lakhs ആണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. പിന്നെന്താ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ കസ്റ്റമർ നേരിട്ട് വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കും ചെയ്യാം. മാക്സിമം ലോണും കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ടയോട്ടയുടെ തന്നെ വീണ്ടും ഒരു സെഡാൻ വാഹനം കൂടി പരിചയപ്പെടാം. കൊറോള അൾട്ടീസ്, അതും ബ്ലാക്ക് കളർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് മോഡല് 2014-15 രജിസ്ട്രേഷനോട് കൂടിയ കൊറോള അൾട്ടീസ് ആണ്. ജി മോഡൽ ആണ്, ജി വേരിയന്റ് ആണ്, ഡീസൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അതെ അതെ. ഇത് കമ്പനി അലവിലാണോ? അതെ, കമ്പനി അലവിലാണ്. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ടയർ വരുന്നുണ്ട്. ബോഡി ഷേപ്പും കാര്യങ്ങളും ഒന്നും തരക്കേടില്ലാത്ത ബോഡി ഷേപ്പാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 1 lakh ബിലോ ഇതിലാണ് ഓടിയിട്ടുള്ളത്. അതെ അതെ. അത്യാവശ്യം തിരക്കേടില്ലാത്ത ബോഡി ഷേപ്പ് വരുന്നത്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇന്റീരിയർ ആണ്. ഹാൻഡ് റെസ്റ്റ് ഒക്കെ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻസർ ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? പ്രൈസ് വരുന്നത് 8,50,000 ആണ്. 8,50,000 നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിട്ട് NOC ത്രൂ ആണ് ചെയ്യുന്നത്. അതെ അതെ. NOCയോട് കൂടി നേരിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു. അതെ അതെ തീർച്ചയായും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സെഡാൻ വാഹനം പരിചയപ്പെടാം. അത് മാരുതിയുടെ സെഡാൻ വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ കാര്യങ്ങളും. മാരുതി CRC ഹൈബ്രിഡ് വരുന്നത് 2015 മോഡൽ 16 രജിസ്ട്രേഷനോട് കൂടി വരുന്നത്. ഡീസൽ മൈലേജ് 20 അബോ 28 ആണെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൈബ്രിഡിൽ 28. 1 lakh കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത്. VDI ഓപ്ഷനല്ലേ? ഓക്കെ. റിവേഴ്സ് ക്യാമറ, സെൻസറും വരുന്നുണ്ട്. അത് പിന്നെ അഡീഷണൽ അവർ ആഡ് ചെയ്തതാണ്. കമ്പനി വരുന്നില്ല. കമ്പനി വരുന്നില്ല. ആക്സറീസ് ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. അതെ. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വക്ക ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വെഹിക്കിൾ ആണ്. 1 lakhന്റെ ഉള്ളിലായിട്ട് റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. അതെ അതെ. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6.5 ആണ്. നമ്മൾ കോട്ട് ചെയ്ത പ്രൈസ്. 6 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിട്ട് നേരിട്ട് വന്നിട്ട് നമുക്ക് പിന്നെന്താ നമുക്ക് ലാസ്റ്റ് റേറ്റിൽ ഇട്ടിട്ട് കൊടുക്കാം. അതെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇതാ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. അതും ഡീസൽ വാഹനം കേട്ടോ. അത്യാവശ്യം മൈലേജ് വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ മോഡലൊക്കെ 2015 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ RC ഓണർ ആണ്. സിംഗിൾ ഓണർ. ഓക്കെ. 15 സിംഗിൾ ഓണർ. VDI ആണോ? VDI 1,20,000 ആണ് ഓടിയിട്ടുള്ളത്. പക്ക ഹിസ്റ്ററി അവൈലബിൾ ഉള്ളതാണ്. കമ്പനി സർവീസ് ആണ്. ഇല്ല, കമ്പനി സർവീസ് പക്ക ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വെഹിക്കിൾ. 1.20 ഓടിയിട്ടുള്ള 2015 ആണ്. VDI ഓപ്ഷൻ. നല്ല തിരക്കേടില്ലാത്ത അലോയ് വീലും ചെയ്തിട്ടുണ്ട്. ടയർ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം 80% ടയറും വരുന്നുണ്ട്. സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ,
മ്യൂസിക് സിസ്റ്റം തൊട്ട് ഒരുപാട് ഫിറ്റിംഗ്സ് എക്സ്ട്രാ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 480 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാരണം എന്താ വെച്ചാൽ ഡീസൽ വെഹിക്കിളിന് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഹൈ ആയി. അതെ, തീർച്ചയായും. നിലവിൽ ഡീസൽ വെഹിക്കിൾ മാരുതിയിലൊന്നും ഇറങ്ങാത്തതിന്റെ പേരിൽ നമുക്ക് ഡീസൽ വെഹിക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾസ് മാത്രം ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി പാർട്ടി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വിലയാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിലവിലുള്ള മാർക്കറ്റ് ഒരു ഹൈ ആയിട്ടുള്ള ആയതുകൊണ്ടാണ് ആ ഒരു 480 എന്ന പ്രൈസ് ഒക്കെ നമ്മൾ ഇടുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് കസ്റ്റമറിനെ നോക്കിയിട്ട് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ കൊടുക്കാം, തീർച്ചയായിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇന്നോവന്റെ ഒരു കളക്ഷൻ തന്നെ പരിചയപ്പെടാം. ഇത് G4 ആണോ, വി ഓപ്ഷൻ ആണോ? ഇത് Z ആണ് വരുന്നത്. 2014 മോഡൽ Z വേരിയന്റ് ആണ് വരുന്നത്. Z എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് വെഹിക്കിൾ, അതും ഇന്നോവയില് ഏറ്റവും ഡിമാൻഡ് ഉള്ള വാഹനമാണ്. കിട്ടൂല. ഇത് ഇന്റർകൂളർ ആണല്ലേ? അതെ. ഒറിജിനൽ കേരള വണ്ടിയാണോ? ഒറിജിനൽ അല്ല, നമുക്ക് HR ഇപ്പൊ നിലവിലുള്ളത്. NOC നമുക്ക് ഒരു 9.25 അല്ലെങ്കിൽ 9.5 റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഇയർ എത്രയാണ്? ഇയർ 2014 മോഡൽ. അതെ. ടയർ ഒരു ഏകദേശം ഒരു 80% നല്ല ക്വാളിറ്റി വെഹിക്കിളാ. അതിന്റെ ഉള്ളിൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. ഇതില് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, ലെതർ സീറ്റ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഡിമാൻഡുള്ള വാഹനമാണ്. സെഡ് എന്ന് വരുന്നത് 9.25 നമുക്ക് കൊടുക്കാം അല്ലേ? അത് ലാസ്റ്റ് 9 റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെന്താ, ഫിനാൻസ് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കും. ഒരു 7.5 ലക്ഷം രൂപയോളം നിലവിൽ ലോൺ കൊടുക്കും. ഓക്കെ. നമുക്ക് ഇത് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. ഇത് അതർ സീറ്റ് ആണ്, കേരള ആണോ? ഇത് കേരള നമ്പർ ആക്കിയതാണ്. പക്ഷെ നമ്പർ നമ്മൾ ഓൾറെഡി ആക്കിയിട്ടുണ്ട്. G4 ആണോ? G4 ആണ്. മോഡൽ എത്ര വരുന്നത്? 2015 മോഡലാണ്. അപ്പോ G4 ടൈപ്പ് 4 വന്ന വാഹനമാണ് കേട്ടോ. അതെ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ RC ഓണർ ആയിരുന്നു. പിന്നെ നമ്മളത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേരിലേക്ക് മാറ്റി. അപ്പൊ സത്യം പറഞ്ഞ സിംഗിൾ ഓണർ. അതെ. അപ്പൊ നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓണറിലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫാമിലി യൂസ്ഡ് വെഹിക്കിൾ ആയിരുന്നു. ഓക്കെ. അത്യാവശ്യം തരക്കേടില്ലാത്ത വാഹനമാണ് കേട്ടോ. ഇത് ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്ന വാഹനമാണ്. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് 9.5 ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി വാഹനമാണ്. അതെ. ഓക്കെ. ഫിനാൻസ് ഇതുപോലെ തന്നെ 14 പറഞ്ഞ പോലെ തന്നെ 15 നമുക്കൊരു 8 രൂപ ലെവലിൽ വരെ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ചെയ്യാം. 80-90% ചെയ്യാം. പറഞ്ഞ റേറ്റിന് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. തീർച്ചയായും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. ഇത് കേരള ആണോ? കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയതാണ്. 2008 മോഡലാണ്. G4 തന്നെയാണ്. 2008 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തു. അതെ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. 2008 കരുതിയിട്ട് ആരും മോശമാണെന്ന് കരുതണ്ട. കാരണം ക്വാളിറ്റി വെഹിക്കിൾ ടൈപ്പ് 4 മാറ്റി 2 ലക്ഷം 2.5 ലക്ഷം രൂപ 2015 ക്വാളിറ്റി വരുന്നുണ്ട് വണ്ടിക്ക്. അതെ. ഈ ടയർ വശത്തോട് വന്നാലും ഏകദേശം ഒരു 80-90% ടയറും ഉണ്ട്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്ക ബോഡി ഷേപ്പ് ആണ് വരുന്നത്. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ എത്രയാണ്? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് RC ഓണർ ആണ്. സെക്കൻഡ് ഓണർ ആണ്. പിന്നെ കിലോമീറ്റർ 1.20 റേഞ്ചിലായിട്ട് ഓടിയിട്ടുള്ളൂ. 1.20 ഓടിയിട്ടുള്ളൂ. ഇന്ത്യൻ സൈഡിലോട്ട് വന്നാലും പക്ക ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. സീറ്റ് കവർ, സ്റ്റീരിയോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 4 മാറ്റി 2 lakhന്റെ എമൗണ്ട് കൊടുത്ത് മാറ്റം വരുത്തിയുള്ള ഒരു വെഹിക്കിളാണ്. എത്രക്ക് കൊടുക്കാം? നമുക്കിതൊരു 5.25 പ്രൈസ് വരുന്നത്. 5.25 നമുക്കൊരു 5.5 ലെവലിൽ 5.2 ചോടക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് അത്രയും ക്വാളിറ്റി ഉണ്ട്. അതെ. അപ്പൊ പറഞ്ഞ റേറ്റിനൊക്കെ തീർച്ചയായിട്ടും അഫോർഡബിൾ ആയില്ല. തീർച്ചയായിട്ടും നമുക്ക് A2 ലെവൽ ലോണൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. നിലവിൽ ബാങ്ക് ത്രൂ ലോൺ എന്തായാലും 2008 മോഡലിന് എന്തായാലും കൊടുക്കാൻ കഴിയില്ല. റെഡി ക്യാഷ് എടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ. അതെ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചു. അതിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പാർട്ട് 2 എന്തായാലും ഉണ്ടാവും. കാരണം ഉള്ളിൽ ഒരുപാട് വണ്ടികൾ വേറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.